ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിതാക്കൾക്ക് വളരെ ലളിതമായി അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ നിലവിൽ 2 ഓപ്ഷൻസാണുള്ളത്. ഒന്ന് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാം, ഓഫ്ലൈനായിട്ടും സബ്മിറ്റ് ചെയ്യാം. നമുക്ക് ഓൺലൈനായിട്ട് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുന്നത് നോക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങൾക്കറിയാം www.sguu.ac.in. കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ ഐ.ഡിയും ഒപ്പം തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് ലോഗിൻ ചെയ്യാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡാണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. ഇതുപോലെ ഒരു ഇൻ്റർഫേസ് കാണാം, നിങ്ങളുടെ ഡാഷ്ബോർഡ് കാണാം. അവിടെ ആക്ഷൻസ് ആൻഡ് റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ സർവകലാശാലയുടെ ഏതെങ്കിലും സേവനം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ഈ ആക്ഷൻ ആൻഡ് റിക്വസ്റ്റ് ഓപ്ഷനിലാണ് അത് കാണപ്പെടുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ LSC ചേഞ്ച് അല്ലെങ്കിൽ പ്രോഗ്രാം ചേഞ്ച് അല്ലെങ്കിൽ TC റിക്വസ്റ്റ്, ഇങ്ങനത്തെ റിക്വസ്റ്റുകളെല്ലാം ഏതൊക്കെ സേവനം നിങ്ങൾ ഓൺലൈനായിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആവശ്യപ്പെടുന്നു അതെല്ലാം ഇവിടെയാണ് പ്രതിഫലിക്കുന്നത്. ഇവിടെ നോക്കൂ, അതേപോലെ തന്നെ അസൈൻമെൻറ്റ് സബ്മിഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സെമസ്റ്റർ ആദ്യം സെലക്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഞാനാണെങ്കിൽ ഇവിടെ ഈ ലേണറിൻ്റെ സെമസ്റ്റർ 1 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സെമസ്റ്റർ 1 ഒന്നാം സെമസ്റ്ററിലെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് വിസിബിൾ ആകും. അങ്ങനെ സെമസ്റ്റർ സെലക്ട് ചെയ്യുമ്പോൾ ഒന്നാം സെമസ്റ്ററിലെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് വിസിബിൾ ആകും. കോഴ്സ് കോഡ് നോക്കി അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക. ഓരോ കോഴ്സിനും 2 സെറ്റ് ഓഫ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഓരോ കോഴ്സിനും 2 സെറ്റ് ഓഫ് അസൈൻമെൻറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. രണ്ടും 2 ടൈപ്പാണ്, 2 വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2 രീതിയിലാണ് സർവകലാശാല അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും ഒന്ന് അനാലിറ്റിക്കൽ ടൈപ്പും. അതുപോലെ തന്നെ അസൈൻമെൻറ്റ്സ് ഹാൻഡ് റിട്ടൺ അസൈൻമെൻറ്റ്സ് ആണ് സർവകലാശാല നിഷ്കർഷിക്കുന്നത്. അതിന് ചില സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. സ്കാൻഡ് കോപ്പി ആയിരിക്കണം, PDF ഫോർമാറ്റിലായിരിക്കണം. സ്കാൻ ചെയ്യുന്നത് ഇപ്പം വളരെ ലളിതമാണ്. നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാവുന്നതാണ്. ഫോണിലൊരു സ്കാനിങ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അഡോബിൻ്റെ സ്കാനിങ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അത് PDF ഫോർമാറ്റിൽ ഒറ്റ ഫയലായിട്ട്, അതുപോലെ ശ്രദ്ധിക്കേണ്ടത് 10 MBയിൽ കൂടാൻ പാടില്ല. സിംഗിൾ ഫയലായിട്ടായിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 4-5 പേജ് എഴുതുന്ന രീതിയിലായിരിക്കണം. കൈകൊണ്ട് ഹാൻഡ് റിട്ടൺ എഴുതുമ്പോൾ 4-5 പേജിൽ കവിയാതെ അസൈൻമെൻറ്റ് എഴുതണം. അങ്ങനെ ഓരോ കോഴ്സിനും 2 അസൈൻമെൻറ്റ്സ് ആണ് എഴുതി അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓഫ്ലൈൻ സബ്മിഷനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഓൺലൈൻ സബ്മിഷന് പകരം ഓഫ്ലൈൻ സബ്മിഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഡേറ്റ് എന്നാണോ നിങ്ങൾ ഓഫ്ലൈൻ സബ്മിഷൻ ക്ലിക്ക് ചെയ്യുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് സബ്മിറ്റ് ചെയ്യുമ്പം കൊണ്ട് കാണിക്കേണ്ടിയിരിക്കുന്നു. കാരണം ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിരിക്കണം നിങ്ങൾ ഓഫ്ലൈൻ സബ്മിഷൻ ചെയ്യേണ്ടത്. ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും അസൈൻമെൻറ്റ് സബ്മിഷൻ ലാസ്റ്റ് ഡേറ്റിന് മുമ്പേ തന്നെ ആയിരിക്കണം. ഓൺലൈൻ ചെയ്യുമ്പോൾ അപ്പം തന്നെ സിസ്റ്റത്തിൽ കാണിക്കും നിങ്ങൾ എന്നാണ് സബ്മിറ്റ് ചെയ്തതെന്നുള്ളത്. ഓഫ്ലൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഡേറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് കൊണ്ടുപോയി വേണം LSC കോർഡിനേറ്ററിന് കൊടുക്കാൻ. നിങ്ങളുടെ കൺസേൺ LSCയിലായിരിക്കും. നിങ്ങളുടെ ഏത് LSC ആണോ നിങ്ങൾ പഠിക്കുന്നത് അവിടുത്തെ കോർഡിനേറ്ററിനാണ് ഓഫ്ലൈനായിട്ട് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഥവാ നിങ്ങൾക്ക് തോന്നി തെറ്റി സബ്മിറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ കോഴ്സിൻ്റെ അല്ല അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, തെറ്റിപ്പോയി, അങ്ങനെയാണെങ്കിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സബ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് വാല്യുവേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്ഡേറ്റ് ബട്ടൺ കാണില്ല, അപ്ലോഡിൻ്റെ ഓപ്ഷൻ കാണില്ല. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ നിങ്ങൾക്കത് റിയലൈസ് ചെയ്താൽ നിങ്ങൾക്കത് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പലപ്പോഴും പറ്റും, ഒരു കോഴ്സിൻ്റെ അസൈൻമെൻ്റ് എടുത്ത് മറ്റു കോഴ്സിലേക്ക് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് അപ്പം തന്നെ അപ്ലോഡ് ചെയ്യാം. പക്ഷേ ഒരിക്കൽ വാല്യുവേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ സാധ്യമല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ അസൈൻമെൻറ്റ് വാല്യൂ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് ഓൺലൈൻ തന്നെ കാണാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾ ഏതൊക്കെ സേവനമാണോ സർവകലാശാലയിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അത് ആക്ഷൻ ആൻഡ് റിക്വസ്റ്റിൽ വരുന്നത് പോലെ തന്നെ നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളുടെ ഹിസ്റ്ററി എന്താണ്, ആ സർവീസ് നിങ്ങൾക്ക് കിട്ടിയോ, അത് എന്തവസ്ഥയിലാണ്, അത് ഇവിടെയാണ് കാണുന്നത്. സ്റ്റുഡൻറ്റ് സർവീസസ് ഹിസ്റ്ററി.
അവിടെ നിങ്ങൾക്ക് അസൈൻമെൻറ്റിൻ്റെ ഹിസ്റ്ററിയും കാണാൻ പറ്റും. ഇപ്പോൾ ഈ പർട്ടിക്കുലർ ലേണറിൻ്റെ ഞാൻ ഡെമോ കാണിക്കുന്ന ലേണറിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അതിൻ്റെ മാർക്സ് ഒക്കെ ഇവിടെ കാണാം. അത് നേടിയിരിക്കുന്ന മാർക്സ് ഇവിടെ കാണാം. അങ്ങനെ വളരെ ലളിതമായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്.